വിഷ്ണു, ഒരുങ്ങിക്കഴിഞ്ഞെങ്കിൽ താഴോട്ട് വാ. മജിസ്ട്രേറ്റ് വീട്ടുകാർ ഇപ്പൊ ഇങ്ങെത്തും. മാഡം, എന്തോ വലിയ ചിന്തയിലാണല്ലോ. ഒരു ചിന്താക്കുഴപ്പം പരിഹരിക്കായിരുന്നു അനു. എന്നിട്ട് കിട്ടിയ ഉത്തരം? ആ ഉത്തരം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ നങ്കൂരം തന്നെയാ. അനു, 6 വർഷത്തെ ഒളിച്ചോട്ടത്തിന് ശേഷവും എന്നെ ഈ നാട്ടിലേക്ക് വലിച്ചടിപ്പിച്ച കാന്തിക വലയം. അപ്പോ മാഡം ഒടുവിലൊരു പോസിറ്റീവായ തീരുമാനത്തിലെത്തി. നന്നായി മാഡം, അത് തന്നെയാ വേണ്ടത്. മാഡത്തിന്റെ കഥ ആലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ? ആദ്യ കാഴ്ചയിൽ തന്നെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നവരാ ഇപ്പോഴത്തെ കുട്ടികള്. പ്രണയത്തിനും 1-2 ആഴ്ചത്തെ ആയുസേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പിന്നെ ഒളിച്ചോട്ടത്തിന്റെ പോലും ആവശ്യമില്ലല്ലോ. അന്യനാട്ടിലായതുകൊണ്ട് ആണിന്റെയും പെണ്ണിന്റെയും വീട്ടുകാർ ഒന്നും അറിയില്ല. രജിസ്റ്റർ മാരേജ് പോലും വേണ്ട. ലിവിംഗ് ടുഗദറാ സൗകര്യം. ആരെങ്കിലും സംശയിച്ചാ ഫ്രണ്ട്സ് ആണെന്നോ ഫ്ലാറ്റ് ഷെയർ ചെയ്യാണെന്നോ പറഞ്ഞാൽ മതിയല്ലോ. കൂടുതൽ സംശയിക്കുന്നവര് സദാചാര പോലീസ് എന്ന് പറഞ്ഞ് അവരുടെയും വാ പൊട്ടിക്കും. ആ ജീവിതത്തിനുണ്ടോ ആയുസ്? കൂടിപ്പോയ 6 മാസം, അതിനിടയിൽ അടിച്ചു പിരിയും. പിന്നെ അടുത്തത്. ഇഷ്ടപ്പെട്ട ആണിനോ പെണ്ണിനോ വേണ്ടി നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ച് ജീവിത അവസാനം വരെ കാത്തിരിക്കാൻ തയ്യാറായവരുടെയും ഭാഗ്യം കൊണ്ട് മാത്രം അതിന് സാധിച്ചവരുടെയും സാധിക്കാതെ മരിച്ചുപോയവരുടെയും കഥകൾ കേട്ടിട്ടില്ലാനു? ഉണ്ട് മാഡം. ഇലവരഞ്ഞി പുഴ പോലെ അപൂർവം. അത് മാത്ര പ്രണയം, ബാക്കിയെല്ലാം ചവറ. എന്ത് പറയടാ. ആശാനെ, ഞാൻ അങ്ങോട്ട് വരായിരുന്നു. അതിനിടെ ബൈക്ക് പിന്നെയും കേടായി. എന്താടാ? നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങിയിട്ട് വരാം ആശാനെ. കറങ്ങാനോ? ഞാനിവിടെ അകപ്പെട്ടിരിക്കുക. എന്താ ആശാനെ? ഞാനൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? കുറച്ച് നാളായിട്ട് അമ്മ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്നിപ്പിതേ പെണ്ണ് കാണല്ലോ. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ ആശാനെ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? നടക്കട്ടെ എന്നോ? അപ്പൊ എന്റെ ശാലിനിയോ? ആശാനെ, ദേ ഞാനൊരു കാര്യം പറഞ്ഞ ആശാൻ ഒന്നും വിചാരിക്കരുത്. അത് ആലോചിച്ചിട്ട് കാര്യമില്ല ആശാനെ. ഈ കാത്തിരിപ്പിന് ഇപ്പൊ എന്താ ഒരു അർത്ഥം? കമല, എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ പറയരുത്. പറയുന്നതിൽ സങ്കടമുണ്ട് ആശാനെ. എന്നാലും പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ചെയ്താ ഞാൻ ആശാന്റെ ആത്മഹത്യ സുഹൃത്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏട്ടത്തി അമ്മയ്ക്ക് പകരം ആശാന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരേണ്ടത് ആവശ്യമാ ആശാനെ. ഏട്ടത്തേമ്മയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കൊണ്ടാ ആശാനെ ഏട്ടത്തേമ്മ അവിടെ ഇവിടേക്ക് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നേ. സത്യം പറഞ്ഞ അതൊരു മാനസിക പ്രശ്നമല്ലേ ആശാനെ?
ഇങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയ ആശാന് ശരിക്കും ഭ്രാന്താവും. അതാ ഞാൻ പറഞ്ഞത്, ആശാന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണം. ആശാൻ ഏട്ടത്തേമേ മറക്കണോ ആശാനെ? ആശാനെ, ആശാനെ, ആശാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ശേ, ഇനിയെങ്കിലും ഉള്ള കാര്യം പറയണ്ടേ? അതെ, എനിക്ക് ഭ്രാന്താണ്. മുഴുത്ത ഭ്രാന്താ. ഇയാള് തന്നെ കാരണം. ഇയാളുടെ ഈ ഒളിച്ചോട്ടം. ഇയാളുടെ ഒളിച്ചോട്ടം എല്ലാം അവസാനിപ്പിച്ചിട്ടൊന്ന് മടങ്ങി വാടോ. മടങ്ങി വാ. മാഡം, സത്യാമ്മയുടെ വീട്ടിലേക്കല്ലേ? ആ മാഡം, അവിടേക്ക് ഞാൻ അനുപല്ലവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മാത്രമല്ലല്ലോ. മാഡം, സോറി മാഡം. അനു, നമ്മളെല്ലാം മനുഷ്യര്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. ഏറ്റവും അധികം സ്നേഹവും സഹനവും ഒക്കെ പെണ്ണിനാ ഉള്ളതെന്ന് പറയാറുണ്ട്. പക്ഷേ ഏറ്റവും ദുർബലതയും പെണ്ണിന് തന്നെയാ. മാഡം, നിന്നോട് പറഞ്ഞു നിക്കാൻ. എടാ അവിടെ നിൽക്കാൻ. എടാ അവിടെ നിക്കാൻ. എടാ അവിടെ നിൽക്കാൻ. നിൽക്കാൻ. ഇവരൊക്കെ ഇത് എവിടെ നോക്കിയാ? നിന്നെ ഇന്ന് ഞങ്ങള് ശരിയാക്കി തരാടാ. കളക്ടർ മേഡോ?
നിങ്ങളോടാ ചോദിച്ചത് എന്തായി കാണിക്കുന്നതെന്ന്. മാഡം ഞങ്ങള് അയാളെ വിടാനാണ് നിങ്ങളോട് പറഞ്ഞത്. അവൻ പോയി കളഞ്ഞല്ലോ. ആ, നിങ്ങളവിടെ നിൽക്കണം. പൊതുവഴിയിൽ തോന്നിയസം കാട്ടിയിട്ട് അങ്ങനെ പോകാന്ന് കരുതിയോ നിങ്ങൾ? ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം മാഡം? പൊതുവഴിയിലിട്ട് ഒരു ചെറുപ്പക്കാരനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ട് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ മാഡം? യു വിൽ ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. അനുപല്ലവി, കോൾ ദി പോലീസ്. വിളിക്കണം മാഡം. പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെയാന്ന് വെച്ചാൽ വിളിക്കണം. എന്നിട്ട് ഞങ്ങളെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലണമെങ്കിൽ അങ്ങോട്ട് തൂക്കിക്കൊല്ലണം. മേഡം ഞങ്ങളെപ്പോലെ ഒരു പെണ്ണാണല്ലോ, വീടും കുടുംബമായിട്ട് താമസിക്കുന്ന ഒരാള്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആണുങ്ങളെയൊക്കെ കള്ളും കഞ്ചാവും കൊടുത്ത് മയക്കിയിട്ട് അവരൊന്നും ഇല്ലാത്ത സമയത്ത് പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറഞ്ഞോണ്ട് വീട്ടിൽ കയറി വന്ന എന്ത് ചെയ്യണം മേഡം? അതും പോട്ടേന്ന് വെക്കാം. അങ്ങനെ ചെയ്യുന്നവന്മാരുടെ മുട്ടുകാല് തല്ലി ഓടിക്കാനായിട്ട് ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്ക് കൈക്ക് എല്ലുണ്ട്. ചൈന കോളനി എന്ന് പറഞ്ഞ ഒരു കോളനി അല്ല മേഡം, കുടുംബമാണ്. ഞങ്ങളിൽ ഒരാളുടെ കുടുംബത്തിലുള്ള ഒരു കുഞ്ഞിനെ കൊന്നു മേഡം അവന്മാര്. കോളനിയിലേക്കുള്ളത് ഒരൊറ്റ റോഡാ. ആ റോഡ് അവന്മാര് ഒറ്റ രാത്രി കൊണ്ട് മതില് കെട്ടി അടച്ചു മേഡം. കള്ളും കഞ്ചാവുമായിട്ടുള്ള അവന്മാരുടെ വിളയാട്ടം കണ്ട് പേടിച്ചു. 3 വയസ്സുള്ളൊരു പെൺകുഞ്ഞ്, ഞങ്ങളുടെ നിത്യമോള്. അവള് പനി പിടിച്ച് തുള്ളി വരച്ച് കിടന്നപ്പോ കോളനിയിലേക്ക് ഒരൊറ്റ ഓട്ടോ വന്നില്ല. തോളത്തിട്ട് എടുത്തോണ്ട് പോവാന്ന് വെച്ച അണമുറിയാത്ത പേമാരി. കൂട്ടത്തിലൊരാണ് പോലും ഇല്ല. വഴിയിലിറങ്ങിയ വടിവാളും മടവാളുമായിട്ട് അവന്മാരുടെ ഭീഷണി. കോളനിയിലേക്ക് വിളിച്ചു വരുത്തിയ ഡോക്ടർമാരെ അവന്മാര് പേടിപ്പിച്ചു വിട്ടു മേഡം. നിത്യമോളുടെ നെറ്റി തുണി നനച്ചിട്ടും ചൂടുകാപ്പി കൊടുത്തും കാവലിരുന്ന ഞങ്ങളെ പെണ്ണുങ്ങള് പുലർച്ചെയായപ്പോ ഒന്ന് മയങ്ങിപ്പോയി. ഞങ്ങളുടെ നിത്യമോളുടെ അമ്മയുടെ സുജാതയുടെ പൊട്ടിക്കരച്ചില് കേട്ടാ മേഡം ഞങ്ങളെ കണ്ണു തുറന്ന്. പൊള്ളിപ്പെടഞ്ഞു കിടന്നിരുന്ന ഞങ്ങളുടെ കുഞ്ഞ് തണുത്തു മരവിച്ച് മരത്തടി പോലെയായി. ചത്തുപോയി മേഡം. സാരമില്ല മേഡം, ഞങ്ങൾ ചെയ്തതാണല്ലോ അക്രമം. മേഡം പോലീസിനെ വിളിച്ചോളൂ. മാഡം, കമ്മീഷണർ ലൈനിലുണ്ട്. കമ്മീഷണർ, കളക്ടർ ഹിയർ. ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട ഒരു പ്രശ്നം. ഉടൻ അറസ്റ്റ് വേണ്ടിവരും. ആരാ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത്? പോൾസനും ടീമാണ് മേഡം. Olsen and gang. Arrest them immediately. പോൾസനും ഗ്യാങ്ങിനും ചൈന കോളനിക്കാരോട് എന്താ വൈരാഗ്യം? അവർക്കല്ല മേഡം പ്രശ്നം, അമിത് ഗ്രൂപ്പ്. അവർക്ക് ഞങ്ങളെല്ലാം അവിടുന്ന് ഒഴിപ്പിച്ചു വിട്ടിട്ട് ആ ഭൂമിയിൽ ഫ്ലാറ്റ് കെട്ടണം. അതിനുവേണ്ടി അമിത് ഗ്രൂപ്പ് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നതാ പോൾസൺ ഗ്രൂപ്പിനെ.
ഏട്ടത്തിയമ്മ പക്ഷെ തോന്നിയതുമല്ല, ആശാൻ കള്ളം പറഞ്ഞതുമല്ല. ഇനി നിന്റെ ഏട്ടത്തിയമ്മ ഇങ്ങോട്ട് അന്വേഷിച്ചു പോട്ട കാര്യമില്ല. പിന്നെ അയാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വിഷമിക്കട്ട. ഒരു അമിത് ഗ്രൂപ്പും പാവങ്ങളുടെ കൂര പൊളിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശവമഞ്ചത്തിന് മേലെ ഫ്ലാറ്റ് കെട്ടി ഉയർത്തില്ല. നന്ദിയുണ്ട് മേഡം. ഞാനുണ്ട് കൂടെ. ആ പിന്നെ സരോജ മെമ്പറെ, മെമ്പർ ഒരു ജനപ്രതിനിധിയെ മറക്കണ്ട. സോറി മേഡം. രാമേട്ട പെട്ടെന്ന് പോവാം, സമയം വൈകും. ശരി മോളെ. ഏട്ടത്തിയമ്മ 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 വണ്ടി നിർത്താൻ ഏട്ടത്തിയമ്മ. മാഡം, ഈ അമിത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. രാജ്യമെമ്പാടും അവർക്ക് വില്ലകളും ഫ്ലാറ്റുകളും ഉണ്ട്. ആ പണം ഓക്കെ അനു, ജനങ്ങളുടെ കാര്യം തന്നെ ആദ്യം. രാമേട്ട കളക്ട്രേറ്റിലേക്ക്. ശരി മോളെ. ആശാനെ പ്ലീസ് ഒന്ന് ഫോൺ എടുക്ക ആശാനെ. അച്ഛാ, ഇത് മുടക്കാൻ വഴിയൊന്നുമില്ല അല്ലേ? എടാ, ഒന്ന് മുടങ്ങിപ്പോയതല്ലേ. അതുകൊണ്ട് ഭാമ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അവരുമായിട്ട് ഫോണിൽ സംസാരിച്ച് ധാരണ എത്തിയിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? എല്ലാരും എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ദേ, പെൺകൂട്ടർ ഇപ്പൊ ഇങ്ങ എത്തും. ഇപ്പോഴും ഭാമേ 10 മണി ആയില്ലല്ലോ. അവര് 11 മണിക്കല്ലേ വരുമെന്ന് പറഞ്ഞത്. 11 മണിക്ക് രാഹുകാലം തുടങ്ങില്ലേ? അക്കാര്യം അവര് ഓർത്തില്ല, അത് ഞാനും. പിന്നെ സംസാരിച്ചപ്പോ 2 കൂട്ടർക്കും അസൗകര്യമൊന്നുമില്ല.